ഒറ്റനോട്ടത്തിൽ അസൽ നെയ്യും എണ്ണയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് മൃഗക്കൊഴുപ്പ് തിളപ്പിച്ച്. പിടികൂടിയത് 840 കിലോ മായം ചേർത്ത എണ്ണയും നെയ്യും. മൃഗക്കൊഴുപ്പും വില കുറഞ്ഞ അസംസ്കൃത എണ്ണയും ചേർത്ത് പാത്രങ്ങളിൽ തിളപ്പിച്ച് ക്യാനുകളിലാക്കി സീൽ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വിൽപ്പന. ആന്ധ്രയിലാണ് മനുഷ്യ ശരീരത്തിൽ മാരക രോഗങ്ങൾ വരുത്താൻ പോരുന്ന വ്യാജ നെയ്യും എണ്ണയും ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്തുകൊണ്ടിരുന്നത്. കാക്കനാട് ജില്ലയിലെ ധർമ്മവാരത്ത് പ്രതാപ് സിംഗ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഷെഡ് വാടകയ്ക്കെടുത്ത് പീതാപുരം മണ്ഡലത്തിലെ FK പാലം സ്വദേശി ബെന്ദാരു ഫാനി പ്രസാദാണ് വിഷലിപ്തമായ നെയ്യും എണ്ണയും നിർമ്മിച്ചുകൊണ്ടിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ SP ബിന്ദു മാധവന്റെ നിർദ്ദേശപ്രകാരം പ്രതിപ്പാട് SI ലക്ഷ്മികാന്തും സംഘവും പരിശോധന നടത്തി 56 ക്യാനുകളിലായി ഉണ്ടായിരുന്ന 840 കിലോ മായം ചേർത്ത എണ്ണയും നെയ്യും 60 കിലോ അസംസ്കൃത എണ്ണയും കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. ഇവർ ആന്ധ്രയുടെ വിവിധ ജില്ലകളിൽ വ്യാപകമായി ഈ വ്യാജ നെയ്യ് വിൽപ്പന നടത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ആന്ധ്രയ്ക്ക് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇവർ വ്യാജ നെയ്യ് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.